ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ എളുപ്പത്തിലുള്ളൊരു പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കോഫി പുഡിംഗ്. അതിനിതേ ഞാൻ ഈ കോഫി പൗഡർ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ 2 ടീസ്പൂണാണ് എടുത്തു വെച്ചത്. ഇത് നെസ്കഫേൻ്റെ പൊടിയാണ്. നല്ല ബ്രൂൻഡി ആയാലും ഇൻസ്റ്റൻറ്റ് യൂസ് ചെയ്താൽ മതി, അതാണ് നന്നാവുക കേട്ടോ. ഇപ്പോൾ നെസ്കഫേൻ്റെ ഞാൻ 2 ടീസ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പാല്, ഒരു പാക്കറ്റ് പാലാണ് ഇതിനാവശ്യത്തിന് എടുത്തത്. അതിനതേ ഒരു കപ്പ് കുറച്ച് പാലും കൊണ്ട് മാറ്റി വെച്ചു. അത് നമുക്ക് ആവശ്യമുണ്ട്. ബാക്കി പാലൂടെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പഞ്ചസാര ചേർക്കുകയാണ്. പാല് തിളയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഇത് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയുണ്ട് കേട്ടോ. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതവിടെ പാലൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്ത് വെക്കാണ്ട്. ഒന്ന്, നമ്മുടെ ഈ ബ്രൂ ഇൻസ്റ്റൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് കുറച്ച് നമുക്കൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ അത് കുറച്ച് പാൽ തന്നെ ഒഴിച്ചിട്ട് ഒന്ന് ഇങ്ങനെ കലക്കി വയ്ക്കുക. ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് വേഗം കലങ്ങിക്കോളും. അപ്പോൾ അത് നന്നായി ഒന്ന് അവിടെ കലക്കി വയ്ക്കുക. അത് പൊടിയൊന്നുമില്ലാതെ കലക്കണം. അപ്പോൾ നമ്മൾ ഈ ബ്രൂ ഇൻസ്റ്റൻ്റ് നന്നായി കലക്കി വെച്ചു. ഇനി അടുത്ത് ചെയ്യാനുള്ളത് ഇതേ കോൺഫ്ലോറാണ്. കോൺഫ്ലോർ ഞാൻ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി നമുക്കൊന്ന് കലക്കിയെടുക്കണം. അപ്പം അതിന് ഞാൻ ഈ പാല് തന്നെയാണ് ചേർക്കുന്നത്. പാല് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇങ്ങനെ കലക്കിയെടുക്കുക. നമ്മളെ പാൽ അവിടെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇതിങ്ങനെ ഒട്ടും കട്ടല്ലാതെ കോൺഫ്ലോർ നമ്മൾ കലക്കിയെടുക്കുക വേണം കേട്ടോ. അപ്പം നമ്മളെ കോൺഫ്ലോർ നന്നായി ഞാൻ കലക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതെന്താ വെച്ചാൽ നമ്മളെ മിൽക്ക് പൗഡറാണ് കേട്ടോ. അതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കൂട്ടത്തിലൊന്ന് കലക്കി വെച്ചേക്കുക. അതും കട്ടയില്ലാതെ കലക്കി വെച്ചേക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാല് നന്നായി ചൂടായി വന്നു കേട്ടോ. മിൽക്ക് പൗഡർ കലക്കുമ്പോൾ അത് കലങ്ങുന്നില്ലാന്ന് തോന്നുകയാണെങ്കിൽ ഈ പാലിൻ്റെ ചൂടായത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ വേഗം കലങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ഈ കോഫി പൗഡറാണ്. കലക്കി വെച്ചില്ലേ, അത് ചേർത്ത് കൊടുക്കാനേ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കോഫി ലവേഴ്സിന് നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ. ഇവിടെ ഒരു കോഫി ലവർ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ ഈ കോഫീൻ്റെ കാര്യങ്ങൾ ഉണ്ടാക്കണത് ഇവിടെ. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ആ കോഫീൻ്റെ നന്നായിട്ട് അതിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേർക്കേണ്ടത് നമ്മളെ കോൺഫ്ലോറാണ്. കോൺഫ്ലോർ ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട്, എന്നാലും വല്ല കട്ടയുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് ഒരു സ്ട്രെയിനറിലൂടെ ഒന്നിങ്ങനെ അരിച്ച് ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ കപ്പിൽ പാല്, അപ്പം അത് ഇതിന് യൂസ് ചെയ്യാം. നന്നായി ഇതിൽ ആ പാല് മുഴുവനായിട്ടും, ഇപ്പോൾ ഒരു പാക്കറ്റ് പാല് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അത് ഒഴിച്ച് പാല് മുഴുവനായിട്ടും ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പാക്കറ്റ് പാല് മുഴുവനായിട്ടും ഇതിലേക്ക് യൂസ് ചെയ്തു. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. കോൺഫ്ലോർ ഇട്ടാൽ അറിയാലോ കട്ട കുത്താനോ പ്രവണതയുണ്ട്. അപ്പം അത് നന്നായി കൈ വിടാതെ ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ ഇതിങ്ങനെ ഇളകുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് ബട്ടറൊക്കെ ചേർക്കാം കേട്ടോ. ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ ഒന്നും ചേർക്കണില്ല. നന്നായി ഇളക്കി കൊടുക്കാം. കൈ വിടാതെ ഇളക്കണം കേട്ടോ. നേരെ ഇളക്കണം. സിമ്മിലിട്ടാൽ മതി, കൂട്ടിയിടരുത്. തീ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. കോഫീൻ്റെ നല്ലൊരു നറുമണം വരുന്നുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കുമ്പോൾ. അപ്പം അത് നന്നായി അത് കുറുകി എല്ലാം ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു ഇത് വന്നു കണ്ട. നല്ല വലിയ ബബിൾസൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾക്ക് ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളെ പുഡിങ്ങൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് ഒന്ന് നെയ്യ് പുരട്ടിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലോണം എന്തെങ്കിലും ഒരു ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ എളുപ്പമുണ്ട്. ഇങ്ങനത്തെ പാത്രമൊക്കെ ആയതുകൊണ്ട്. ഗ്ലാസ് ബൗളാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിതിൽ ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ എന്തായാലും തണുപ്പിക്കണം. അത് ഫ്രീസറിൽ വെക്കുകയേ വേണ്ട, താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. തണുപ്പ് കിട്ടിയാൽ മതി. അതൊരു 2 മണിക്കൂർ ഇരുന്നിട്ട് നന്നായി തണുത്ത് വന്നോട്ടെ. എന്നിട്ട് നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കോഫി പുഡിങ്ങൊക്കെ ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. കണ്ടോ, നല്ല ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയൊരു പുഡിങ്ങാണ്. കോഫി ഇഷ്ടപ്പെടുന്നവർക്ക്
ഒത്തിരി ഇഷ്ടമാവും. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇല്ലേ ആവശ്യമുള്ളൂ. നമുക്ക് പെട്ടെന്നൊരു ഡെസേർട്ട് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലളിതമായ പുഡിങ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് എങ്ങനെയുണ്ട് ഈ പുഡിങ് എന്നൊന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ. ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.